Okay, good morning. Good morning, Miss. അപ്പോൾ നമ്മൾ പെർമിറ്റേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനകത്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്, അതാണ് FPC, അതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ ടോപ്പിക്ക്. ഇനി ഇന്ന് വിൽ ഫസ്റ്റ് ഡീൽ അബൌട്ട് ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഒരു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഫോർമുലകളിലൊക്കെ വളരെ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സാധനമാണ് ഫാക്ടോറിയൽ. ഫാക്ടോറിയലിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ദിസ് ഇസ് ഫാക്ടോറിയൽ. അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to n. അതായത് 1 into 2 into 3 into 4 into etc. into n minus 1 into n എന്ന് പറയുന്നതാണ് n ഫാക്ടോറിയൽ. ചില പുസ്തകത്തിൽ ഇതിനെ ഒരു കാലില്ലാത്ത കസേര കയറ്റി n എന്ന് എഴുതിയാലും ദാറ്റ് ഷോസ് ഫാക്ടോറിയൽ. അപ്പൊ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ്. ഇപ്പോൾ 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് 1 into 2 into 3 into 4 into 5 into 6 ആണ്. ഓക്കെ, 8 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 മുതൽ 8 വരെയുള്ള ടേംസിന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് ദിസ് ഇസ് 720 I think. ഈ 6 ഫാക്ടോറിയൽ തന്നെ ഇപ്പൊ 1 into 2 into 3 into 4 into 5 into 6 എന്ന് പറയുന്നതും 6 into 5 into 4 into 3 into 2 into 1 എന്ന് പറയുന്നത് ഒരുപോലെയല്ലേ? ആണോ? ആണ്. അപ്പൊ 6 ഫാക്ടോറിയലിനെ ഇങ്ങനെ എഴുതി 6 മുതൽ പുറകോട്ട് 1 വരെ എഴുതി നോക്കുക. ഓക്കെ, എന്നിട്ട് ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാൻ മേലെ? ഓക്കെ, അപ്പൊ അതിനെ വേണമെങ്കിൽ 6 into 5 into 4 ഫാക്ടോറിയൽ എന്ന് എഴുതാം. സോ ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ പല പ്രോബ്ലത്തിലും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചാലോചിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. 8 ഫാക്ടോറിയൽ ആണെങ്കിൽ 8, 7, 6 അങ്ങനെ 1 വരെ. n ഫാക്ടോറിയൽ ആണെങ്കിൽ അപ്പൊ ഈ n ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഫാക്ടോറിയൽ എന്ന് പറയുന്നത് n into n minus 1, n minus 2 etc. അങ്ങനെ 3 to 1 വരെ ചെല്ലും. അപ്പൊ ഇതിനെ n into n minus 1 ഫാക്ടോറിയൽ എന്ന് എഴുതാം. അല്ലെങ്കിൽ n into n minus 1 into n minus 2 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതൊക്കെ n ഫാക്ടോറിയൽ ആണ്. സോ അങ്ങനെ മാറ്റി എഴുതാമെന്നുള്ളത് ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ 0 ഫാക്ടോറിയൽ എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. എവിടെയെങ്കിലും നിങ്ങൾക്ക് 0 ഫാക്ടോറിയൽ എന്ന് കിട്ടിയാൽ 0 മുതൽ 1 മുതൽ 0 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 1. ബാക്കിയെല്ലാം നാച്ചുറൽ നമ്പേഴ്സ് കൺസിഡർ ചെയ്യുമ്പോൾ 1 ഫാക്ടോറിയൽ ആണെങ്കിൽ ഓബ്വിയസ്ലി 1 ആണ്, 1 വരെ ഉള്ളൂ. 2 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 into 2, 3 ഫാക്ടോറിയൽ ആണെങ്കിൽ 1 into 2 into 3 അങ്ങനെ. ഓക്കെ, ഓക്കെ ആണോ? ഞാനോർത്ത് ഇനി എന്നോട് പിണങ്ങി എല്ലാരും മിണ്ടാതിരിക്കുവാണോ? പിണങ്ങേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ക്ലാസ് എടുത്തങ്ങ് പോട്ടെന്നേ. നിങ്ങൾ എന്നും വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ, ഡസന്റ് മാറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് 1-2 കൊച്ചു പ്രോബ്ലംസ്. ഇപ്പൊ വെരി സിമ്പിൾ. 6 ഫാക്ടോറിയൽ by 5 ഫാക്ടോറിയൽ. ദിസ് യു ക്യാൻ റൈറ്റ് 6 ഫാക്ടോറിയലിന് 6 into 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. by 5 ഫാക്ടോറിയൽ ഇത് രണ്ടും കൂടെ വെട്ടി ആൻസർ is 6. Then 52 factorial by 47 factorial into 5 factorial. അപ്പൊ താഴെ ഒരു 47 ഫാക്ടോറിയൽ ഉണ്ട്. അപ്പൊ അവിടം വരെ നമ്മൾ ഇതിനെ ഒന്ന് എഴുതി പോവാ. 52, 51, 50, 49, 48 into 47 ഫാക്ടോറിയൽ ബൈ ഇവിടെ 47 ഫാക്ടോറിയൽ എഴുതി. 5 ഫാക്ടോറിയലിന് 5 into 4 into 3 into 2 into 1. ഇത് രണ്ടും ഇപ്പോഴേ ക്യാൻസൽ ചെയ്യാം.
പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ വെട്ടിക്കുത്തി വരുമ്പോഴത്തേനും you will get some value 25, 98, 960 എന്നാണ് വരുന്നത്. You can find out that. കുറച്ചൊക്കെ നമുക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാം. അപ്പൊ അതാണ് ഒരു ടൈപ്പ് പ്രോബ്ലം വരുന്നത്. പിന്നെ ഇതിനകത്ത് നിന്ന് കാണുന്ന വേറൊരു യൂഷ്വലി നമുക്ക് കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. If 1/9 factorial plus 1/10 factorial equals x by 11 factorial, then find x. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരികയാണ്. 1/9 ഫാക്ടോറിയൽ പ്ലസ് ഇപ്പൊ 9 ഫാക്ടോറിയലിന്റെ വാല്യൂ കണ്ട് അവിടെ എഴുതിയിട്ടൊന്നും എക്സ് കാണേണ്ട കാര്യമില്ല. നമ്മള് ഇത് നോക്കുക. ഇത് ഈ താഴെ 10 ഫാക്ടോറിയൽ ആണോ 9 ഫാക്ടോറിയൽ ആണോ വലിയ സംഖ്യ? 10 ഫാക്ടോറിയൽ ആണ്. അപ്പൊ നമ്മൾ ഒരു LCM ആയിട്ട് 10 ഫാക്ടോറിയൽ എടുത്തു. അപ്പൊ ഈ 9 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? 9 ഫാക്ടോറിയൽ 10 ഫാക്ടോറിയൽ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? 9 ഫാക്ടോറിയൽ എന്ന് പറയുന്നത് 10 ഫാക്ടോറിയൽ ആവണമെങ്കിൽ ഇതിനെ 10 into 9 ഫാക്ടോറിയൽ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇത് 10 ഫാക്ടോറിയൽ ആവില്ലേ? അപ്പൊ ഇതിനകത്ത് എന്താണ് LCM അല്ലെ വേറൊരു തരത്തിലും ഇത് കാണിച്ചു തരാം. See, this is 1/9 factorial plus 1/10 factorial 10 into 9 factorial എന്ന് എഴുതാം. നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. This is x by 11 factorial 11 into 10 into 9 factorial. അപ്പോൾ 1/9 factorial രണ്ട് സൈഡിലും ഉണ്ട്. ഇവിടെ ഞാൻ 1/9 factorial എടുത്തു. അപ്പോൾ 1 പ്ലസ് 1/9 factorial പോയാൽ ഇവിടെ മിച്ചം 1/10 ആണ്. ഈക്വൽ ടു 1/9 factorial into x by 110. ഓക്കെ, ഈ സ്റ്റെപ്പ് മനസ്സിലായോ? ഇനി ആ 1/9 ഫാക്ടോറിയൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ക്യാൻസൽ ചെയ്യാം. We can cancel these two. അപ്പൊ എന്തായി? 1 plus 1/10 എന്ന് പറഞ്ഞാൽ 11/10 ആണ്. ഈക്വൽ ടു x by 110. ഒരു 0 വെട്ടിക്കളയാം. So x equal to 11 into 11, 121 ആയി. ഇങ്ങനെ എക്സിന്റെ വാല്യൂസ് കാണാൻ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഫാക്ടോറിയൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഫ്രം 1 to n. n ഫാക്ടോറിയൽ ആണെങ്കിൽ 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് പറഞ്ഞു. ദെൻ വി ടോക്ട് അബൌട്ട് ഫാക്ടോറിയൽ നൊട്ടേഷൻ. ഇനി നമ്മൾ പെർമിറ്റേഷനിലേക്ക് വരികയാണ്. പെർമിറ്റേഷൻ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പെർമിറ്റേഷൻ ഈസ് അറേഞ്ച്മെന്റ് ഓഫ് എ സെറ്റ് ഓഫ് ഓബ്ജെക്ട്സ്. അപ്പം n ഓബ്ജെക്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. n ഓബ്ജെക്ട്സ് എന്ന് പറയുന്നത് ലെറ്റേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം, എന്ത് വേണമെങ്കിലും, ആൾക്കാരാവാം, എന്ത് വേണമെങ്കിലും ആകാം. n ഓബ്ജെക്ട്സ്, യു ഹാവ് n ഓബ്ജെക്ട്സ്. അപ്പൊ ഇതിനകത്ത് മൊത്തം ആൾക്കാരെയോ അല്ലെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ചു പേരെ മാത്രം എടുത്തോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നതിനാണ് പെർമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം 10 പേരുണ്ട്. അതിനകത്ത് 10 പേരുടെയും പെർമിറ്റേഷൻ വേണമെന്നില്ല. 10 പേരിൽ നിന്ന് ഏതെങ്കിലും 5 പേരെ എടുത്ത് നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. 10 പേരിൽ നിന്ന് 5 പേരെ മാത്രം എടുത്തിട്ട് അവരെ മാറ്റി മാറ്റി എത്ര തരത്തിൽ അറേഞ്ച് ചെയ്യാം. അപ്പൊ ഈ പെർമിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് അറേഞ്ച്മെന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഫസ്റ്റ് നിൽക്കുന്ന ആള് മാറി സെക്കൻഡ് വരുമ്പോഴത്തേനും അത് ദാറ്റ് ഇസ് എ ഡിഫറെന്റ് പെർമിറ്റേഷൻ. അപ്പൊ അവിടെ ഒരു ഓർഡർ ഉണ്ട് അറേഞ്ച്മെന്റിന്. അതുകൊണ്ട് ദ പൊസിഷൻ ഓഫ് ഈച്ച് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനാണ് അവിടെ സിഗ്നിഫിക്കൻസ് ഉള്ളത്. പെർമിറ്റേഷനിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇറ്റ് ഹാസ് എ സിഗ്നിഫിക്കൻസ്. അപ്പൊ നമുക്ക് n ഒബ്ജക്ട്സ് ഉണ്ട്. അതിനകത്തുനിന്ന് എല്ലാരെയും എടുത്ത് വേണമെങ്കിൽ നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ അതിനകത്തുനിന്ന് 6 ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് പെർമ്യൂട്ട് ചെയ്യാം.
n എന്ന് പറയുന്നത് എപ്പോഴും വലിയ നമ്പർ ആയിരിക്കും. ഇതൊരു 10 ആണെന്ന് വിചാരിക്കുക. ഇതിനകത്തുനിന്ന് 4 പേരെ വെച്ച് ഉള്ള അറേഞ്ച്മെന്റ്സ്. ഓക്കെ. അപ്പൊ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് NPR എന്നാണ്. n എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ എത്ര പേര് നമ്മുടെ കയ്യിലുണ്ട്. P സ്റ്റാൻഡ്സ് ഫോർ പെർമിറ്റേഷൻ. ഇതിൽ നിന്ന് എത്ര പേരെ വെച്ചെടുത്തിട്ടാണ് നമ്മൾ പെർമ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ n ആൾക്കാരെ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ NPN എന്ന് പറയും. ഇപ്പൊ ഒരാളെ അല്ലെ രണ്ടുപേരെ മാത്രം എടുത്തിട്ടാണ് അറേഞ്ച്മെന്റ്സ് നടത്തുന്നത്. n ആൾക്കാരിൽ നിന്ന് 2 പേരെ മാത്രം എടുക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് NP2. ഓക്കെ. അത് പിന്നെ പലതരത്തിൽ അതിനെ നൊട്ടേറ്റ് ചെയ്യാം. PNR, ഏതാണ് NPR, അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇതാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ. ചിലപ്പോൾ N(R) എന്നും കാണാം. ഇങ്ങനെയൊക്കെ കണ്ടാൽ ഇത് പെർമിറ്റേഷൻ ഓഫ് n objects taking R at a time. Permutation of n objects taking R at a time. Okay. അപ്പൊ ഇനി അത് എന്താണ്, എങ്ങനെയാണ് ചെയ്യുന്നത്? നിങ്ങൾ ആ ഫ്ലാഗ് കളർ ചെയ്തതും ഡിജിറ്റ്സ് ഉണ്ടാക്കിയ കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് ഒന്ന് ഓർക്കുക. നമ്മൾ NPR എന്ന് പറയുന്നത് എന്താണെന്ന് എടുക്കാൻ പോവാണ്. അപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സപ്പോസ് എനിക്ക് 10 പേര് എൻ്റെ കയ്യിലുണ്ട്. അതിനകത്തുനിന്ന് 4 പേരുടെ ഒരു പെർമിറ്റേഷൻ ഉണ്ടാക്കണം. ഐ ഹാവ് ടു ടേക്ക് 10P4. അല്ലെ ചുരുക്കി പറഞ്ഞാൽ എൻ്റെ കയ്യിൽ 4 ചെയേഴ്സ് ഉണ്ട്. അതാണല്ലോ 4 പേരെ ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ഐ ഹാവ് 4 ചെയേഴ്സ്. ഇത് ഫില്ല് ചെയ്യുന്ന പോലെ ഈ 10 പേരിൽ നിന്ന് ആൾക്കാരെ എടുക്കണം. എത്ര തരത്തിൽ എനിക്ക് എടുക്കാം? ആദ്യത്തെ ചെയർ നോക്കുക. ആദ്യത്തെ ചെയർ എത്ര തരത്തിൽ ഫില്ല് ചെയ്യാം? ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ പഠിച്ചതല്ലേ? 10 പേര് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ 4 ചെയറും ഉണ്ട്. So in how many ways can I fill the first place? പറഞ്ഞേ. 10 ways ആണോ? Yes, 10 ways ആണ്. അതാണല്ലോ നിങ്ങൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിളിൽ പഠിച്ചത്. 10 പേരുണ്ട്. അതിൽ ആരെ വേണേലും അവിടെ കൊണ്ടിരുത്താൻ പാടില്ലേ? പറ്റൂലേ? So second chair can be filled in how many ways? 10 പേരിൽ ഒരാൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞു. ഇനി അയാളെ എടുത്ത് ഇവിടെ വെക്കാൻ പറ്റുമോ? ഇല്ല. So in how many ways can you fill? 9. അടുത്തത് 8. അടുത്തത് 7. of course. അപ്പൊ 10 പേര് ഇവിടെ നിരന്ന് നിൽപ്പുണ്ട്. അതിനകത്തുനിന്ന് 4 പേരുടെ ഒരു പെർമിറ്റേഷൻ ആണ് ഈ ഉണ്ടാക്കിയേക്കുന്നത്. അതായത് 10 into 9 into 8 into 7 ആണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 8 7 56 9 okay. So this is 5040 ways you can arrange 10 people taking 4 at a time. അതാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഇങ്ങോട്ട് വരികയാണ്. NPR എന്ന് പറഞ്ഞാൽ n objects ഉണ്ട്. നിങ്ങൾക്ക് R seats ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ R seats ഉണ്ടെന്ന് വിചാരിക്കുക. R എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. So you have R seats. അപ്പൊ in how many ways can you fill all these chairs? First chair എത്ര തരത്തിൽ fill ചെയ്യാം? You think about the example and answer this. N ways. N ways. അതിന് രണ്ടാമത്തെ ചെയർ N-1. അടുത്തത് N-2. N-2. ഓക്കെ. ലാസ്റ്റ് ചെയർ എത്ര തരത്തിൽ ഫിൽ ചെയ്യാം? നിങ്ങൾ ഇവിടെ ഉള്ളതും ഇവിടെ ഉള്ള ഈ നിങ്ങളോട് പറഞ്ഞ 10 പേരിൽ നിന്ന് 4 പേര് നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ 2 ലെറ്റേഴ്സ് വെച്ച് അതിനെ കണക്ട് ചെയ്യാം എന്ന് നോക്കി പറഞ്ഞാൽ ലാസ്റ്റ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. യു ഹാവ് 10 people.
You are taking 4 at a time. Can you connect? How can you connect those numbers to 7? അത് തന്നെയായിരിക്കും ഇവിടെ വരിക. ഇല്ലട്ടോ. രക്ഷയില്ല. ഒന്നുമില്ലേ? അറിയത്തില്ല. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കൂ. യു ഹാവ് 10 പീപ്പിൾ. 4 പേരുടെ പെർമിറ്റേഷൻ ആണ് വേണ്ടത്. അപ്പൊ നമ്മുടെ 4ാമത്തെ പ്ലേസ് എന്ന് പറയുന്നത് ഫില്ല് ചെയ്തിരിക്കുന്നത് 7 ways എന്നാണ്. ആ 10ഉം 4ഉം 7ഉം തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടാക്കൂ. എന്തുവാ പിള്ളേരെ? 10 minus 4 plus 1 ആണ് 7. ആണോ? n minus r plus 1. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് പറയണ്ട. So how can you fill this place? നിങ്ങൾ കുറച്ചും മിടുക്കരാന്ന് ഞാൻ വിചാരിച്ചോട്ടെ. ഇതിനു മുമ്പുള്ള സകല ബാച്ചുകാരും ഇതിന് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കി പറയാൻ മിടുക്കരായിരുന്നു. യു ആർ നോട്ട് ഏബിൾ ടു. വൈ? റിപ്പബ്ലിക് ഡേ ആയതുകൊണ്ടാണോ? ഇത്തരം കൊച്ചു കൊച്ചു ചിന്താഗതികൾ അല്ലെങ്കിൽ ചിന്തിക്കാനുള്ള കഴിവാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ വലിയ ബുദ്ധിയൊന്നും വേണ്ട കണക്ക് പഠിക്കാൻ. So if this is 10 minus 4 plus 1, in how many ways can you fill this place? n minus r plus 1. Yes, n minus r plus 1. അപ്പൊ ഇവിടെ NPR എന്ന് പറയുന്നതിന് നമുക്ക് ഒരു ആൻസർ ആയി. എന്താണ്? NPR is n into n minus 1 into n minus 2 into etc. n minus r plus 1. അപ്പൊ വേറൊരു പ്രശ്നമുണ്ട്. ഈ നമ്പർ കൂടി കഴിയുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും ഈ ഫോർമുല ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമുക്ക് അറിയാവുന്ന ഒരു റിലേഷനിലേക്ക് ഇതിനെ മാറ്റാൻ പോവാണ്. ഈ n minus r plus 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ പോയി നിൽക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ 10p4നെ നമ്മൾ 10 into 9 into 8 into 7 എന്ന് വന്നു. ഇത് 1 മുതൽ 10 വരെ ആണെങ്കിൽ നമുക്ക് ഇതിനെ 10 ഫാക്ടോറിയൽ എന്ന് എഴുതായിരുന്നു. അപ്പൊ ഇവിടെ മിസ് ചെയ്യുന്ന ആരൊക്കെയാണ്? 6, 5, 4, 3, 2, 1 എന്ന് പറയുന്ന ടേംസ് ആണ്. അത്രയും അവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6, 5, 4, 3, 2, 1 കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്യുക. അല്ല, താഴെ ഡിവൈഡ് ചെയ്യുക. അപ്പൊ ഇതിന്റെ വാല്യൂ വീണ്ടും 10 into 9 into 8 into 7 തന്നെ നിൽക്കും. അപ്പൊ നമുക്കൊരു ഫാക്ടോറിയലിന്റെ ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഇതിന്റെ തൊട്ട് പുറകിലത്തെ നമ്പർ, അതായത് യു ഓൾറെഡി ഹാവ് n into n minus 1 into n minus 2 etc. n minus r plus 1 എന്ന് പറയുന്നതോടും വരെ ഉണ്ട്. അപ്പൊ ഇനി അടുത്ത ടേം എന്തായിരിക്കും? അതായത് ഇതിൽ നിന്ന് ഒന്ന് കുറവുള്ളയാള് അതാരാ? 7ൽ നിന്ന് ഒന്ന് കുറവുള്ളതാണ് 6 എന്ന് പറഞ്ഞ പോലെ ഈ n minus r plus 1 നിന്ന് ഒന്ന് കുറഞ്ഞത് ആരാ? n minus r. n minus r. അതിൽ നിന്ന് ഒന്ന് കുറയുമ്പോ n minus r minus 1. അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞു അങ്ങനെ കുറഞ്ഞ് 3, 2, 1 വരെ ചെല്ലും. അപ്പൊ നമ്മള് ഈ n minus r into n minus r minus 1 into എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്താണ്. അതുകൊണ്ട് അതേ ടേംസ് വരും. n minus r into n minus r minus 1 etc. 3, 2, 1. ഓക്കെ. അപ്പൊ ഇനി മുകളിലത്തെ ന്യൂമറേറ്റർ നോക്കുക. 1, 2, 3 അങ്ങനെ ഇങ്ങനെ പോയി n വരെ വന്നിട്ടുണ്ട്. So what is that? 1 മുതൽ n വരെയുള്ള ടേംസിന്റെ പ്രോഡക്റ്റിനെ നമ്മൾ എന്താ വിളിക്കുക? ഇപ്പൊ പഠിച്ചതല്ലേ? ഇപ്പൊ പഠിച്ചതല്ലേ ഉള്ളൂ. കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ഫ്രം 1 to n. എന്താണ്? ഫാക്ടോറിയൽ ആണ്. ആ, ഇത് ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക് അല്ലല്ലോ ഇത്. ദിസ് ഇസ് സോ സിമ്പിൾ. ഇത് എത്ര പ്രാവശ്യം ഇപ്പൊ പറഞ്ഞു? 1 മുതൽ n വരെയുള്ള ടേംസ് n ഫാക്ടോറിയൽ ആണ്.
ഇവിടെ പറഞ്ഞു 1 മുതൽ 10 വരെ ആക്കിയത് എന്തിനാണ്? 10 ഫാക്ടോറിയൽ എഴുതാനാണ് ഇവിടെ ഇവിടെ ഈ 10, 9, 8, 7 എന്ന് എഴുതിയെടുത്ത് പിന്നെ 6, 5, 4, 3, 2, 1 മൾട്ടിപ്ലൈ ചെയ്ത് എന്തിനാണ്? അതിനെ 10 ഫാക്ടോറിയൽ എഴുതാനാണ്. ഓർത്തിരിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഒരു ഫോർമുലയുടെ ഫോമിലേക്ക് ആക്കി കൊണ്ടുവരികയാണ് നമ്മൾ ഇതിനെ. സോ ഇവിടെ ഞാൻ നിങ്ങളുടെ ഓൾറെഡി നിങ്ങളുടെ NPR എന്ന് പറഞ്ഞാൽ N ഒബ്ജക്ട്സ് നിന്ന് R ഒബ്ജക്ട്സിന്റെ ഒരു അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഓരോ സീറ്റിൽ ഓരോരുത്തരെ ഇരുത്തി n × n-1 × എക്സെട്ര n-r+1 വരെ കണ്ടുപിടിച്ചു. അത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഒരു എളുപ്പ വഴിയിലേക്ക് പോവുകയാണ്. സോ അതിന്റെ പുറകിലുള്ള ടേം മുതൽ 1 വരെയുള്ള ടേം നമ്മൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അതായത് n-r × n-r-1 എന്ന് പറഞ്ഞ് 1 വരെയുള്ള ടേംസ് കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തു, താഴെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ മുകളിലത്തെ ടേം എന്ന് പറയുന്നത് 1 മുതൽ n വരെയുള്ള കണ്ടിന്യൂഡ് പ്രോഡക്റ്റ് ആണിത്. ഇത് ഇവിടെ ഈ എക്സാമ്പിളിൽ നോക്കുകയും കൂടെ ചെയ്യുക, അന്നേരം നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. അതിനാണ് ഞാൻ അവിടെ അത് എഴുതി വെച്ചത്. 1 മുതൽ 10 വരെയുള്ള ടേംസ് ആയി ഇവിടെ n എന്നോ n-r+1 എന്നോ എന്ത് വന്നാലും this is a continued product from 1 to n. So that is n factorial. താഴെ എന്ത് വരും? ഇവിടെ താഴെ എന്ത് വന്നു? What is this? ഈ സാധനം എന്താണ് എക്സാമ്പിളിലുള്ളത്? 6, 5, 4, 3, 2, 1 പ്രോഡക്റ്റ് എന്താണ്? n-r factorial. 6 × 5 × 4 × 3 × 1 × 2 × 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 6 factorial. 6 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ പോലെ ഇവിടെ എന്താണ്? 1 മുതൽ n-r വരെയുള്ള ടേംസ് ആണ്. സോ ദാറ്റ് ഇസ് n-r ഫാക്ടോറിയൽ. അപ്പൊ ഒരു ഫോർമുല രൂപത്തിലായി. അതായത് NPR എന്ന് പറഞ്ഞാൽ എന്താണ്? n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. ഇതാണ് പെർമിറ്റേഷൻ n ഒബ്ജക്ട്സിന്റെ പെർമിറ്റേഷൻ ഓഫ് n ഒബ്ജക്ട്സ് ടേക്കിംഗ് r at a time. ഇവിടെ നിങ്ങൾ 10PR എടുത്തു. അവിടെ എന്ത് വരും നോക്കുക. നമുക്ക് ഫോർമുല അനുസരിച്ചാണെങ്കിൽ ഇറ്റ് ഇസ് 10 ഫാക്ടോറിയൽ ബൈ 10P4 10 - 4 ഫാക്ടോറിയൽ ആണ്. എന്ന് പറഞ്ഞാൽ 10 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ. 10 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 10 × 9 × 8 × 7 × 6 factorial by 6 factorial. So you are getting 10 × 9 × 8 × 7. അത് തന്നെയാണ് ദേ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നത്. സോ ഒരു കാര്യം തന്നു കഴിയുമ്പോൾ അതിനൊരു ഫോർമുല രൂപത്തിലാക്കാൻ വേണ്ടി ഇങ്ങനെ എഴുതുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ ബേസിക്കലി നമ്മൾ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. n ഒബ്ജക്ട്സിൽ നിന്ന് r സീറ്റുകളിൽ അവരെ ഇരുത്തുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അത് എങ്ങനെ കിട്ടി എന്നുള്ളതൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും യു റിമെമ്പർ ദിസ് ഫോർമുല. NPR is n ഫാക്ടോറിയൽ ബൈ n-r ഫാക്ടോറിയൽ. അപ്പൊ നമ്മള് അത് r എന്ന് പറയുന്നത് ദിസ് r is obviously less than or equal to n ആയിരിക്കും. n എന്ന് പറയുന്നതായിരിക്കും എപ്പോഴും വലിയ വാല്യൂ. 2P5 എന്ന് ഒരിക്കലും പറയില്ല. 2P5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. 2 ആൾക്കാരിൽ നിന്ന് 5 പേരുടെ പെർമിറ്റേഷൻ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. This ഇവിടെ എഴുതുന്ന വാല്യൂ ഷുഡ് ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ദിസ് വൺ. അപ്പൊ അങ്ങനെയാണെങ്കിൽ NPN എന്തായിരിക്കും? വാട്ട് വിൽ ബി NPN? ഫോർമുല ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്ത് കിട്ടും? ഒന്ന് പറയണ്ടേ പിള്ളേർ. What do you mean by NPN? ഈ ഫോർമുല ഒന്ന് കൊടുക്കുന്നേ, അവളത് കൊടുത്തിട്ടൊന്ന് പറ. n factorial by n factorial by n-n factorial. What is n-n? 0. 0 factorial എന്താണെന്നാ പറഞ്ഞത്? 1. So this is n factorial. അപ്പൊ നിങ്ങൾക്ക് 5 പേരെ എടുത്ത് അല്ലെങ്കിൽ 5P5 ആണ് കാണേണ്ടതെങ്കിൽ straight away you can write 5 factorial. ഞാൻ കഴിഞ്ഞ ദിവസം വെറുതെ പറഞ്ഞിരുന്നു, ബിന്ദു എന്ന് പറയുന്ന പേരിന്റെ ലെറ്റേഴ്സിന്റെ പെർമിറ്റേഷൻ എടുത്താൽ ഇവിടെ 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ പെട്ടെന്ന് യു ക്യാൻ സേ ദിസ് ഇസ് 5 ഫാക്ടോറിയൽ. നിങ്ങളുടെയൊക്കെ പേരിൽ ഇത് റെപ്പറ്റീഷൻ ഇല്ലാതെ വന്നാൽ മാത്രമേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ, ബാക്കി നമ്മൾ പിന്നെ പഠിക്കും. അപ്പൊ ഒരാളുടെ പേര് വെച്ച് നിങ്ങൾക്ക് എത്ര ജംബിൾഡ് വേർഡ്സ് ഉണ്ടാക്കാം. ഈ ഒരു ലെറ്റേഴ്സ് വെച്ച് ജംബിൾഡ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അർത്ഥമുള്ളതോ ഇല്ലാത്തതോ ആയ ടേംസ് അല്ല, അവിടെ ഇത്രയും ലെറ്റേഴ്സ് വെച്ച് എഴുതുകയാണ്. 5 പേരെ എടുത്ത്. അതേസമയം ഇതിനകത്തുനിന്ന് 3 പേരെ എടുത്താൽ മതി എന്ന് വിചാരിക്കുക.
So you have to take 5p3. എത്ര വേർഡ്സ് ഉണ്ടാക്കാം? 5 factorial by 5 minus 3, 2 factorial. എന്ന് പറഞ്ഞാൽ 5 into 4 into 3 into 2 factorial by 2 factorial. 4 20 60 വേർഡ്സ് ഉണ്ടാക്കാം. 5 ലെറ്റേഴ്സിൽ നിന്ന് 3 ലെറ്റേഴ്സിന്റെ 3 ലെറ്റേഴ്സ് മാത്രമുള്ള, അപ്പം അതിനകത്ത് ലെറ്റേഴ്സ് 3 പേര് മാത്രമേ കാണുള്ളൂ. അങ്ങനെയുള്ള 60 വേർഡ്സ് ഉണ്ടാക്കാം. 5 ലെറ്റേഴ്സും ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ ഇത് പെർമ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ ഹാവ് 5 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഒരു 2 ഫാക്ടോറിയൽ കൊണ്ട് വരും അല്ലെ, 120 വേർഡ്സ് ഉണ്ടാക്കാം. സോ അങ്ങനെയാണ് ഓരോ നമ്പേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഈ ഫോർമുല കൃത്യമായിട്ട് ഓർത്തിരിക്കുക. n ഫാക്ടോറിയൽ ഇസ് NPR is n factorial by NPR is n factorial by n minus r factorial. എല്ലാ പ്രോബ്ലത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് അതാണ്. So you can find the value of 10p2, 10 factorial by 8 factorial. 10 minus 2 എന്ന് എപ്പോഴും എഴുതണമെന്നില്ല, കുറച്ചങ്ങ് എഴുതിയാൽ മതി. So this is 10 into 9 into 8 factorial by 8 factorial, 90. Then പിന്നെ അതിൽ നിന്ന് വരാവുന്ന മറ്റൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പൊ ഇത്തിരി you will have to find the n എപ്പോഴും തരണമെന്നില്ല. Find the n if 3 into np4 equals n minus 1 p5. വെറുതെ ഫോർമുല അപ്ലൈ ചെയ്ത് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. You have 3 into np4 എന്ന് പറഞ്ഞാൽ n factorial by n minus 4 factorial equal to n minus 1 p5 എന്ന് പറഞ്ഞാൽ n minus 1 factorial divided by n minus 1 minus 5 factorial. എഴുതുമ്പോൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എഴുതിപ്പോയില്ലെങ്കിൽ തെറ്റ്. അപ്പൊ 3 into n ഫാക്ടോറിയലിനെ നമുക്ക് വേണമെങ്കിൽ n into n minus 1 ഫാക്ടോറിയൽ എന്ന് കൊടുക്കാം, കാരണം ഇപ്പുറത്തൊരു n minus 1 ഫാക്ടോറിയൽ ഉണ്ട്. ഇനി n minus 4 ഫാക്ടോറിയൽ, ഇവിടെ ആക്ച്വലി ഇത് n minus 6 ഫാക്ടോറിയൽ ആണ്. അപ്പൊ ഈ n minus 4 എന്ന് പറഞ്ഞാൽ n minus 4 into അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ n minus 5 into വീണ്ടും ഒന്ന് കുറച്ചാൽ n minus 6 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഈക്വൽസ് this is n minus 1 factorial by n minus 6 factorial. Already അവിടെ ഉണ്ട് n minus 1 minus 5 is n minus 6 factorial. അപ്പൊ എന്താണ്? n minus 6 factorial ഇവിടെ വെട്ടി, n minus 1 factorial അവിടെ വെട്ടി. അപ്പൊ 3n by n minus 4 into n minus 5 എന്ന് പറയുന്നത് ഇവിടെ 1 ഉള്ളു മിച്ചം. So 3n is n minus 4 and n minus 5 is n square minus 9n plus 20 ആണ്. അപ്പോൾ ഈ ഇത് കൂടെ അപ്പുറത്തേക്ക് വരുമ്പോൾ n square minus 12n plus 20 equal to 0 എന്ന് കിട്ടി. So that is a quadratic equation. അപ്പൊ അത് സോൾവ് ചെയ്താൽ അതിനെ വേണമെങ്കിൽ യു ക്യാൻ റൈറ്റ് n square minus 12n plus 20 equal to 0 എന്ന് പറഞ്ഞാൽ ഫാക്ടറൈസേഷൻ മെത്തേഡിലാണെങ്കിൽ ദിസ് ഇസ് n minus 10 into n minus 2 ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചോളൂ. യു ആർ ഗെറ്റിംഗ് 2 നമ്പേഴ്സ് n equal to 10 and 2. ഇതിൽ ആരെ എടുക്കാൻ പറ്റും? 2 വാല്യൂ എടുക്കാൻ പറ്റുമോ? 10 മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താണ്? ഈ ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? np4 എന്ന് പറഞ്ഞാൽ 2 എടുത്തു കഴിഞ്ഞാൽ 2p4 എന്ന് പറയാൻ പറ്റുമോ? 2 ആൾക്കാരിൽ നിന്ന് 4 പേരെ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഷുഡ് ബി 10. അപ്പൊ 10 വന്നാലേ ഈ ഫോർമുലക്കകത്ത് ഇത് ആപ്ലിക്കബിൾ ആവുള്ളൂ. സോ n is equal to 10. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ഞാൻ അതിന്റെ
പ്രോബ്ലം ഇട്ടേക്കാം. ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം. ഇപ്പൊ മുമ്പേ ഞാൻ ബിന്ദു എന്ന് പറയുന്നതിന്റെ ലെറ്റേഴ്സ് പറഞ്ഞ പോലെ യു ക്യാൻ ഫൈൻഡ് ഇൻ ഹൗ മെനി വേസ് can the letters of the word hexagon be permuted? In how many ways can the letters of the word hexagon be permuted? എത്ര തരത്തിലാണ്? ഹെക്സഗണിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? ഇനി അതിലെ ലെറ്റേഴ്സ് എത്ര ഉണ്ടെന്ന് ആദ്യം നോക്കുക. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 7 ലെറ്റേഴ്സ് ഉണ്ട്. ആ ലെറ്റേഴ്സ് എല്ലാം പെർമ്യൂട്ട് ചെയ്യാനുള്ളതാണ്. സോ യു ഹാവ് ടു ടേക്ക് ഓൾ അറ്റ് എ ടൈം. എന്ന് പറഞ്ഞാൽ 7p7 ആണ് നമുക്ക് കാണേണ്ടത്. ഇവരെല്ലാം ഡിഫറെന്റ് ലെറ്റേഴ്സ് ആണ്. റിപ്പറ്റീഷൻ ഒന്നുമില്ല. സോ 7p7 എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഇസ് ദി ആൻസർ? npn എന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറഞ്ഞത്? n ഫാക്ടോറിയൽ ആണെന്നാണ് പറഞ്ഞത്. 7 factorial. Yes, 7 ഫാക്ടോറിയൽ. അത് ഓർത്തിരിക്കുകയാണെങ്കിൽ npn എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണെന്ന് ഓർത്തിരുന്നാൽ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ 7 ഫാക്ടോറിയൽ ബൈ 7 മൈനസ് 7 0 ഫാക്ടോറിയൽ ഈക്വൽ ടു 7 ഫാക്ടോറിയൽ എഴുതേണ്ടി വരും. അതിനേക്കാൾ എളുപ്പം ഇങ്ങനെ ഓർത്തിരിക്കുകയാണെങ്കിൽ യു ക്യാൻ, അതാണ് കുറച്ചും കൂടി എളുപ്പം. 1 2 3 4 5 6 7 6 5 30 4 120 42 4 8 2 50 4. അപ്പൊ അത്രയും വേസിൽ 5040 വേസിൽ യു ക്യാൻ പെർമ്യൂട്ട് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഹെക്സഗൺ. എത്ര തരത്തിൽ പെർമ്യൂട്ട് ചെയ്യാം എന്ന് ചോദിച്ചാൽ എത്ര ജംബിൾഡ് വേർഡ്സ് ഉണ്ടാക്കാം എന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മൾ പക്ഷേ ഇനി ജംബിൾഡ് വേർഡ്സ് ഒന്നും പറയില്ല. യു വിൽ ബി ഇൻ ഹൗ മെനി വേസ് യു ക്യാൻ പെർമ്യൂട്ട് ദ ലെറ്റേഴ്സ് ഓഫ് ദ വേർഡ് ഹെക്സഗൺ എന്നേ പറയൂ. അപ്പൊ അങ്ങനെയാണ്. അതിനകത്ത് ഒരു പ്രോബ്ലം 5 മിനിറ്റ് കൂടെ ഉണ്ട്. ഓക്കെ, ഐ ക്യാൻ അടുത്ത ദിവസം പറഞ്ഞാലും മതി, കുഴപ്പമില്ല. അപ്പൊ ഇതുവരെയുള്ള നോട്ട്സ് ഇട്ടേക്കാം. സോ നോട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.